ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വിഷു ആണ്. ഇന്ന് വിഷു എന്ന് വെച്ചാൽ ഇന്നലെ ആയിരുന്നു വിഷു. ഇന്ന് ഞാൻ വ്ളോഗ് ഇടുന്നതുകൊണ്ട് ഇന്ന് നമുക്ക് വിഷു ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് വിഷു ആണ്. രാവിലെ തന്നെ കണി കണ്ടു. എൻ്റെ സ്പെഷ്യൽ കണിയാണിത്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കണി വെക്കുന്നത്. ഇനിയിപ്പോൾ വീഡിയോന് വേണ്ടിയിട്ട് കണി അങ്ങനെയല്ല, എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് കണി വെക്കുന്നത്. പക്ഷേ ഈ ബാക്കിൽ ഇത് വെച്ചത്, സാരി വെച്ചത് ഈ പ്രാവശ്യം മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോന് വേണ്ടിയിട്ട് കണി വെച്ചതിനെ കൊണ്ട് ഈ പ്രാവശ്യം കണി വെക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ അതെല്ലാം എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് സെറ്റാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ പഴവും തേങ്ങയും കോടിമുണ്ടും എല്ലാം വെച്ച് നമ്മൾ കണിയൊക്കെ അടിപൊളിയായിട്ട് കണ്ട് രാവിലെ പടക്കമൊക്കെ പൊട്ടിച്ച്, കണി കണ്ട എന്തായാലും ഒരു പടക്കം പൊട്ടിക്കണമല്ലോ. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് നേരെ എല്ലാവരും കൂടെ അണിഞ്ഞൊരുങ്ങി സുന്ദരികളായിട്ട് ഇനി അമ്പലത്തിലേക്ക് പോവുകയാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. ഇപ്പം സമയം എത്രയായിരുന്നെന്ന് അറിയോ? 5 മണി, 5:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ 5:30ക്കൊക്കെ അമ്പലത്തിൽ പോയാൽ ആരും ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം മാറ്റി. അമ്പലത്തിലെല്ലാം ഒടുക്കത്തെ തിരക്കാൻ എല്ലാവരും 5:30ക്ക് എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു, ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് 5:30ക്ക് തന്നെ പോവാം, ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, അതിനെക്കൊണ്ട് നമുക്ക് എല്ലാ അമ്പലത്തിലും സുഖമായിട്ട് തൊഴാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാ അമ്പലത്തിലും നല്ല തിരക്ക്. ഈ അമ്പലത്തിലാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. ഞങ്ങളുടെ കല്യാണം കഴിയുമ്പം ഈ അമ്പലം ഇത്ര വലുതല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പം അടിപൊളി നല്ല സെറ്റപ്പായി. അപ്പോൾ അവിടെയും പടക്കമൊക്കെ പൊട്ടിച്ചു, അവിടെ നിന്ന് അതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ നേരെ പോയിട്ടുള്ളത് പെരളശ്ശേരിക്കാണ്. പെരളശ്ശേരിക്കാണെങ്കിൽ അടുക്കാൻ പറ്റാത്ത തിരക്ക്. എനിക്കൊന്ന് നമ്മളൊരു 6 മണിയാകുമ്പോഴത്തേക്ക് പെരളശ്ശേരി എത്തി. അപ്പം ഭയങ്കര തിരക്ക്. ഉള്ളിലേക്കൊക്കെ കയറാൻ ക്യൂ ആയിരുന്നു. അത്രയും ദിവസം നമ്മൾ ഉള്ളിൽ കയറാറുള്ളത് ക്യൂ ഒന്നും ഇല്ലാതെ, വീട്ടിൽ നിന്ന് അടുത്താണ്, ഒരു 20 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ. അപ്പം കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ കയറിയത് കൊണ്ട് നമ്മൾ ഉള്ളിലൊന്നും കയറിയില്ല. പല പുറത്തുനിന്ന് തന്നെ നിന്നാൽ നന്നായിട്ട് കാണാൻ പറ്റും പെരളശ്ശേരിയിൽ. അപ്പം നമ്മൾ പുറത്ത് നിന്നിട്ട് തൊഴുത് പിന്നെ കുറച്ച് നേരം കുളമൊക്കെ കണ്ട് ആസ്വദിച്ച്, പിന്നെ അപ്പുറത്തെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പൂജയ്ക്ക് നട തുറക്കുന്നത് വരെ അവിടെ നിന്ന് പിന്നെ നമ്മൾ പെരളശ്ശേരി വന്നാൽ എന്തായാലും എല്ലാവരും താഴത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അപ്പം വിഷുവായിട്ട് ഉണ്ണിക്കണ്ണനെ കണ്ടില്ലെങ്കിൽ മോശമാണല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ണിക്കണ്ണനെ കാണാൻ പോയി. ഉണ്ണിക്കണ്ണനെ അപ്പോൾ ആ സമയത്ത് പൂജയ്ക്ക് അടച്ചിരിക്കുകയും. അപ്പം നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന്, അവിടെ എപ്പോഴും നാരായണ പറഞ്ഞിട്ടുള്ള നാമജപമോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഭയങ്കര തിരക്ക്. എന്തൊരു തിരക്കാണെന്നറിയോ? പെരളശ്ശേരി നമുക്ക് ശരിക്കും തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പോയിട്ടുള്ളത് മക്രേരി അമ്പലത്തിലേക്ക് എത്തി. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. നല്ല കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ നല്ല ലുക്കുള്ള അമ്പലമൊക്കെയാണ് കൂടെ. നമ്മൾ കുറച്ച് സമയം ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് മെല്ലെ പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴുത്. ഇവിടെ മുരുകനും ഹനുമാനെയും പ്രതിഷ്ഠയാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെയൊക്കെ പോയി തൊഴുത്. ഇത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സ്വപ്നം കണ്ടു എന്നും പിന്നെ അതുകൊണ്ട് അദ്ദേഹം ആണ് പിന്നെ ഈ അമ്പലം വലുതാക്കി കൊണ്ടുവന്നതൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനെക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അവിടെയൊക്കെ തൊഴുതതിന് ശേഷം നമ്മൾ നേരെ ദേവീൻ്റെ അമ്പലത്തിൽ പോയി ഉപ്പുമാവൊക്കെ കഴിച്ചു. കാരണം എല്ലാവർക്കും നന്നായിട്ട് വിശന്നിരുന്നു. അപ്പോൾ വയറ് കത്തിക്കാണാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മെല്ലെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് വന്നു. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമുക്കൊരു കുഞ്ഞി സദ്യ ഉണ്ടാക്കണം. സദ്യ ഉണ്ടാക്കണം എന്നൊന്നും വിചാരിച്ചല്ല, എന്നാലും ഒരു കുഞ്ഞി സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഒരു കുഞ്ഞി സദ്യ ഉണ്ടാക്കുകയാണ്. സാമ്പാറിനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, പച്ചടീൻ്റെ വെക്കുന്നുണ്ട്, ഓലൻ, അവിയൽ, കൂട്ടുകറി, പിന്നെ മാങ്ങാപ്പുളിശ്ശേരി, സാമ്പാർ. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയൊരു സദ്യ ആക്കുവാണ്. അതിൻ്റെ തിരക്കിലാണ്. നമുക്ക് സദ്യ കഴിക്കുന്നു, പായസം വെക്കുന്നു, കിടന്നുറങ്ങുന്നു. പിന്നെ വൈകുന്നേരം ഏച്ചൊക്കെ വരും. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നാക്കിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം സദ്യ ഒന്നും ആക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമ്മൾ സദ്യ ആക്കേണ്ടി വന്നു. നമ്മൾ എന്തായാലും ആക്കിയേ പറ്റൂ. വിഷു ആയിട്ടൊന്നും ആക്കിയില്ലെങ്കിൽ ഒരു മോശമാണല്ലോ എന്ന് ചോദിച്ചാൽ നമ്മളെ വീട്ടിൽ തന്നെ മാമ്പഴമാണിത്, നല്ല പഴുത്ത മാമ്പഴം. അപ്പം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിയലൊക്കെ വേവിച്ച് വെച്ചു. അപ്പം മാമ്പഴ പുളിശ്ശേരി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്, ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു ടേസ്റ്റ്. അർജുനും ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാവരും നന്നായിട്ട് കഴിച്ചു. പിന്നെ പായസം നമ്മളെ നുറുക്ക് ഗോതമ്പിൻ്റെ പായസമാണ്. അപ്പോൾ ഇതിന് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പായസം തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പായസം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അങ്ങനെ ഒരു 2 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ സദ്യയൊക്കെ റെഡിയായി. നമ്മളിനി സദ്യ കഴിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞി സദ്യയാണ്. നമ്മളെ ഉപ്പേരി, കൂട്ടുകറി, അവിയൽ, ഓലൻ, പച്ചടി, പിന്നെ നമ്മളെ മാമ്പഴങ്ങ പുളിശ്ശേരി, പപ്പടം, പിന്നെ നമ്മുടെ മലബാറുകാർക്ക് എന്തായാലും മീൻ പൊരിച്ചതില്ലാതെ എന്ത് സദ്യയില്ല. പക്ഷെ ഞാൻ കൂട്ടിയില്ല കേട്ടോ. എനിക്ക് ഇത്രയും കറികളുണ്ടായപ്പോൾ ഇനിയിപ്പോൾ മീൻ പൊരിച്ചതും കൂടി ആയാൽ അധികമായി പോലും എന്ന് വിചാരിച്ച് ഞാൻ മീൻ പൊരിച്ചത് കൂട്ടിയില്ല. ഞാൻ നമ്മുടെ സദ്യ മാത്രം കൂട്ടിയിട്ട് നന്നായിട്ട് കഴിച്ചു. അച്ചാറൊന്നും കൂട്ടിയില്ല കേട്ടോ. അച്ചാറൊന്നും വലിയ ആർക്കും ഇഷ്ടമല്ല. പിന്നെ നമ്മൾ അച്ചാർ അങ്ങനെ നാരങ്ങ ഉണ്ടെങ്കിൽ വീട്ടിൽ വലിയ നാരങ്ങ ഉണ്ടാവില്ല. നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ കറി ഉണ്ടാക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് തുടങ്ങിയ മഴയാണിത്. ഒന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഭയങ്കര ഇടിയും മഴയും കാറ്റ് ഭയങ്കര കാറ്റ്. ഞാൻ വ്ളോഗ് എടുക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നലെയും മഴ പെയ്തു. ഞാനും ഈ മഴയും തമ്മിൽ എന്തോ അവിഹിതമുണ്ടെന്നുണ്ട് എനിക്ക് തോന്നുന്നു. കാരണം എപ്പോൾ വ്ളോഗ് എടുക്കുമ്പോഴും മഴ പെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്. പക്ഷേ ഇന്നലെയും മഴ പെയ്തു, നല്ല മഴയായിരുന്നു. അവ നോക്കുമ്പോൾ നമ്മളെ പറമ്പത്ത് ഒരു വലിയ മാവുണ്ട്. അതിലെ മാങ്ങ ഇന്നേ വരെ ആർക്കും കിട്ടിയിട്ടില്ല. കാരണം നല്ല ഉയരത്തിലാണ്. നോക്കുമ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞു വീണു. കൊമ്പ് വെച്ചാൽ വലിയ കൊമ്പാണ് കേട്ടോ. അപ്പം കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം ഞാനും അർജുനും കൂടെ ഒരു കൊമ്പ് ഒടിഞ്ഞു എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു കൊമ്പ് വീണതാണെന്ന്. ഒരു കൊമ്പ് മാത്രം വീണതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ചാക്കൊക്കെ എടുത്ത് പോയതായിരുന്നു. നോക്കുമ്പോൾ അവിടെ 1 ചാക്കല്ല, 2 ചാക്കല്ല, 3 ചാക്കല്ല, 4 ചാക്ക് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടെ അതൊക്കെ പറിച്ചു. ഞാനിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി, നീ ഇതിനാണോ അങ്ങോട്ടേക്ക് എഴുന്നള്ളിയതെന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ ഇതാ കണ്ട അർബാനയിലാണ് മാങ്ങ കൊണ്ടുവന്നത്. അത്രയും മാങ്ങയാണ് ഈ വിഷുവിന്. ഇന്നലെ ആയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് കണി വെക്കാനെങ്കിലും എടുക്കാനും. ഇതിപ്പം എല്ലാവരും കണി വെക്കാനൊക്കെ കൊണ്ടുപോയിരുന്നു. ഇനിയിപ്പോൾ വിഷുവും കഴിഞ്ഞു, കണിയും കഴിഞ്ഞു. ഈ മാങ്ങയ്ക്ക് വിൽക്കാൻ കണ്ട ഒരു സമയം ഇങ്ങനെ എല്ലാവരും പറയുന്നു. അപ്പം നമ്മൾ ആ മാങ്ങയൊക്കെ പെറുക്കി. പിന്നെ അതിൻ്റെ കൂടെ ഒരു തെങ്ങും വീണു. അപ്പം 2-3 ഇളനീരും തേങ്ങയൊക്കെ കിട്ടി. അപ്പം അതും കൊണ്ടുവന്ന്. ഇത് ഭയങ്കര പാടാണ്. ഒന്നാമത്തെ ആ മാവുമ്മേൽ നിറയെ പിന്നെ ഉറുമ്പും ഉണ്ടായിരുന്നു. മറ്റേ ചോണനുറുമ്പില്ലേ, ചോണനുറുമ്പല്ല, വേറൊരു ഉറുമ്പില്ലേ, എന്താ മീറ് പോലത്തെ ഉറുമ്പില്ലേ, എന്താ ഇവിടെ അങ്ങനെയല്ല പറയുക. പക്ഷെ എൻ്റെ നാട്ടിൽ മീറ് എന്നാണ് പറയുക. ആ ഒരു ഉറുമ്പുണ്ട്, നമ്മളിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കടിക്കുന്നൊരു ഉറുമ്പുണ്ടല്ലോ. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. കുറേ കടിയൊക്കെ കിട്ടി. എന്നാലും നമ്മൾ എല്ലാം കുറേ മാങ്ങ എന്നിട്ടും അവിടെ ഉണ്ട്. പക്ഷേ എല്ലാം പെറുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 7 മണിയാവാനായിരുന്നു. പിന്നെ നമ്മുടെ മാങ്ങയൊക്കെ അവിടെ കൊണ്ടുവന്ന് അപ്പോഴത്തേക്ക് ഏച്ചിയും മക്കളൊക്കെ വന്നു വീട്ടിൽ. ഇനി നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പടക്കം പൊട്ടിച്ച് വിഷുവിനെ അങ്ങോട്ട് ആഘോഷിച്ച് പണ്ടാരം ഉടക്കുവാണ്. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും ഓരോന്ന് എടുത്ത് വെച്ചു. പിന്നെ പൊട്ടിക്കാൻ തുടങ്ങി. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ രുക്കുവാണെങ്കിൽ ആവേശം മൂത്തിട്ട് കൂക്കലും ഒച്ചുണ്ടാക്കലും ഒരാളെ ഒച്ച മതി, ഒരു 10 ആൾക്കാരെ എഫക്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ പൊട്ടിച്ചു. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടെ പൊട്ടിച്ച് തകർത്തു. നമ്മൾ ചെറിയ വിഷുവിനെ അന്ന് നമ്മളൊന്നും പൊട്ടിച്ചില്ല കേട്ടോ. നമ്മൾ ഇവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. എല്ലാവരും കുറേ ആൾക്കാരുണ്ടെങ്കിലല്ലേ ഇതൊക്കെ പൊട്ടിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് വിഷു കേട്ടോ. വൈകുന്നേരത്തെ മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇന്ന് പടക്കമൊന്നും പൊട്ടിക്കില്ല, എല്ലാം വേസ്റ്റായല്ലോ ഭഗവാനേന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ അപ്പോൾ ചെറിയ മഴ അപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോഴും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗദയാണ്. ഞങ്ങൾ വെറുതെ വാങ്ങിയൊരു സാധനം. അതിന് വെറൈറ്റി സാധനങ്ങളാണ് ഇപ്രാവശ്യം വാങ്ങിയതിൽ. ഗദ ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഗദ എല്ലാം പൊളിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളിനി എന്താണ് സദ്യയും ഉച്ചക്കത്തെ സദ്യ, ബാക്കിയുള്ള സദ്യ ഞങ്ങൾ വീണ്ടും ഇരുന്ന് ഒന്നും കൂടെ സദ്യയും പായസമൊക്കെ കഴിച്ചു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കുഞ്ഞ് വിഷു ആഘോഷം. അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ വീണ്ടും ഞാൻ പറയുന്നു. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ.